ഡൽഹി സ്ഫോടനക്കേസ് പ്രതികൾ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമായി കൂടിക്കാഴ്ച നടത്തിയ തുർക്കിയിൽ വെച്ചായിരുന്നു വിവരം. ഡോക്ടർ ഉമർ നബിയും ഡോക്ടർ മുസമ്മിലും തുർക്കി സന്ദർശിച്ചിരുന്നു. ഇമിഗ്രേഷനിലെ തുർക്കി ഇമിഗ്രേഷൻ്റെ സ്റ്റാമ്പുണ്ട്. തുർക്കി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷമാണ് ഡോക്ടർ മുസമ്മിൽ അൽഫലാഹ് മെഡിക്കൽ കോളേജിൽ ചേർന്നതും. വിനിത വിജി ഈ അടിയന്തര വാർത്തയെ നമ്മളുമായി പങ്കുവയ്ക്കാനെത്തുന്നു. വിനിത, വിശദാംശങ്ങൾ. വിനിത നമുക്കൊപ്പം ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ പോയി വിശദമായി ചർച്ചയൊക്കെ നടത്തിയിട്ടാണ് ഇവർ മടങ്ങി വന്നതും ഈ ഡൽഹിയിലെ സ്ഫോടനത്തിന് ഗൂഢാലോചന നടത്തിയതുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം വിനീതയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം വിനീതയുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയും. വിനീത വിജി ശരിയാണ്. വിനീത, ഇരുവരുടെയും പാസ്പോർട്ടുകളിൽ തുർക്കി ഇമിഗ്രേഷൻ വകുപ്പിന്റെ സീലുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും SKN, തുർക്കിയിൽ വച്ച ചില നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഈ സംഘം നടത്തിയതായിട്ടുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഈ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമറും ഒപ്പം തന്നെ ഈ ഫരീദാബാദിൽ നിന്ന് ഈ ഭീകര സംഘവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഡോക്ടർ മുസ്മിലും തുർക്കി സന്ദർശിച്ചതായും ഇവരുടെ പാസ്പോർട്ടുകളിൽ ഈ തുർക്കി ഇമിഗ്രേഷൻ സ്റ്റാമ്പുകൾ കണ്ടെത്തിയതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ തുർക്കി സന്ദർശനത്തിന് ശേഷമായിരുന്നു ഇവർ ഈ ടെലിഗ്രാമിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ഈ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെയായിരുന്നു ഈ സംഘങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. തുർക്കിയിൽ വെച്ച് ഡോക്ടർ ഉമറും ഡോക്ടർ മുസ്മിലും ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അവിടെ വെച്ച് ചില പ്ലാനുകൾ, പദ്ധതികൾ അവർ തയ്യാറാക്കുന്നു. തിരികെ മടങ്ങിയെത്തിയതിനു ശേഷമാണ് ഇവർ രൂപീകരിച്ചിരുന്ന ഈ ടെലിഗ്രാം ഗ്രൂപ്പുകൾ കൂടുതൽ സജീവമായതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ ഒരു ഫാർമസിസ്റ്റും ഇമാമുമായിട്ടുള്ള ഒരു മൗലവീനെ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗ്രൂപ്പ് വഴി ഇയാൾ നിരവധി ഡോക്ടർമാരെയൊക്കെയായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വിവരം കൂടി അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ഈ പ്രതികൾ ഈ തുർക്കി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷമാണ് ഡോക്ടർ മുസമ്മിൽ അൽഫലാഹ് മെഡിക്കൽ കോളേജിൽ ചേർന്നതെന്നൊരു വിവരം കൂടി അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുകയാണ്. അതിനുശേഷമാണ് ഡോക്ടർ അദീലിന് സോറൻപൂരിലായിരുന്നു നിയമനം. ഈ തുർക്കി സന്ദർശനത്തിന് ശേഷം ഈ പ്രതികൾ മടങ്ങിയെത്തുകയും വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നിയമനങ്ങൾ തേടുകയുമായിരുന്നു. ഇത് റിക്രൂട്ട്മെന്റും മറ്റ് ഈ സ്ഫോടക വസ്തുക്കളും ഒക്കെ തന്നെ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇവരുടെ ഇത്തരത്തിലേക്കൊരു നീക്കമെന്നാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഭീകര സംഘങ്ങളുമായി ആശയവിനിമയം നടത്തിയ എല്ലാ അംഗങ്ങളെയും ഇതിനോടകം തന്നെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ തന്നെ നിരീക്ഷണത്തിലുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.